നമുക്കൊന്ന് നമ്മുടെ സൗരയൂഥത്തെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ? എനിക്കറിയാം നമ്മുടെ സൗരയൂഥത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചന്ദ്രനെയാണെന്ന്. അതായത് നമ്മൾ ഓമനത്തത്തോടെ പറയുന്ന നമ്മുടെ അമ്പിളി മാമനെയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും വാതക ഭീമനായ ജൂപ്പിറ്ററിനെയും ഇഷ്ടമാണ്. അതും എനിക്കറിയാം, കാരണം എനിക്കും ജൂപ്പിറ്ററിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ജൂപ്പിറ്ററിൻ്റെ മൂണായ യൂറോപ്പയെ പിന്നെ എങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കും? യൂറോപ്പ അതൊരു ക്ലാസിക് മൂണാണ്. എന്നാൽ യൂറോപ്പ ഒരു നവീകരണത്തിന് കാരണവുമാവും. സോ നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മുടെ മൂണിന് പകരം നമുക്ക് വ്യാഴത്തിൻ്റെ മൂണായ യൂറോപ്പയെ കൊണ്ടുവരാം. അപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എന്തായിരിക്കും? യൂറോപ്പ നമുക്കായി എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്? യൂറോപ്പ നമ്മുടെ രാത്രി ആകാശത്തിന് അനുയോജ്യമായിരിക്കുമോ? അതോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും മോശമായ കാര്യമായിരിക്കുമോ ഇത്? സോ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ഒരു ലൈക്ക്, അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം ലൈക്ക് ഭയങ്കര കുറവാണ്. ദെൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു ലൈക്ക് ഉറപ്പായും ചെയ്തോളൂ കേട്ടോ. വ്യാഴത്തിൻ്റെ നിരവധി ഉപഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് യൂറോപ്പ. അതിനാൽ നമ്മൾ അതിൽ നിന്ന് യൂറോപ്പയെ എടുക്കുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. യൂറോപ്പ മഞ്ഞിൻ്റെ കട്ടിയുള്ള പാളിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഉപരിതലത്തിനടിയിൽ വെള്ളമുണ്ട്. യൂറോപ്പ നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ 6ാമത്തെ വലിയ ഉപഗ്രഹമാണ്. മഞ്ഞു മൂടിയ പ്രതലമായതിനാൽ യൂറോപ്പ ധാരാളം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതുതന്നെ ഈ ഒരു ചന്ദ്രൻ വളരെ തിളക്കമുള്ളതായി കാണപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മൂണിനേക്കാളും 5.5 മടങ്ങ് തിളക്കം. യൂറോപ്പയ്ക്ക് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ 3 ആവശ്യ ഘടകങ്ങളുണ്ട്. അതായത് വെള്ളം, രസതന്ത്രം, ഊർജം. യൂറോപ്പയിലെ വെള്ളം പോഷകങ്ങളെ ലയിപ്പിക്കുന്നതിനാൽ അവ ജീവജാലങ്ങൾക്ക് കഴിക്കാം. ജീവനുള്ള കോശങ്ങൾക്കുള്ളിൽ രാസവസ്തുക്കൾ കടത്താൻ നമ്മുടെ ന്യൂ മൂൺ അതായത് യൂറോപ്പ ഉപയോഗിക്കാമെന്നാണ് ഇതിനർത്ഥം. കൂടാതെ നമ്മളെ നിലവിലെ ചന്ദ്രൻ്റെ സ്ഥാനത്ത് യൂറോപ്പയെ മാറ്റിയാൽ അത് സൂര്യനോട് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അടുത്തായിരിക്കും. അത് അവിടെയുള്ള ഏതൊരു ജീവിതത്തെയും കൂടുതൽ വികസിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇനി നമ്മുടെ മൂണിനെ മാറ്റി സ്ഥാപിച്ച ശേഷം രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുന്നതൊന്ന് സങ്കല്പിക്കുക. യൂറോപ്പ നമ്മുടെ രാത്രിയിലെ ആകാശത്തെ പ്രകാശിപ്പിക്കും. അത് വളരെ അരോചകരമായിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ഒരു നെഗറ്റീവ് ഫലങ്ങളും അത് നിങ്ങൾക്ക് നൽകുകയില്ല. എന്നാലും കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആദ്യത്തെ അസൗകര്യം ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ലൈറ്റ് ഇട്ട് വെച്ച് ഉറങ്ങുന്നത് എങ്ങനെയാണോ ആ ഒരു ഫീലായിരിക്കും യൂറോപ്പ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല വന്യജീവികളെയും ഇത് ബാധിക്കും. രാത്രിയിൽ വേട്ടയാടുന്ന വന്യജീവികൾ അത്രയും പട്ടിണിയാവും. കാരണം ഈ ചന്ദ്രൻ്റെ പ്രകാശം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ വേട്ടയാടാൻ വരുന്ന മൃഗത്തെ മറ്റു മൃഗങ്ങൾ കാണുകയും അവയിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു. എന്നാൽ തുടർച്ചയായ ഈ ചന്ദ്രപ്രകാശം ഒളിച്ചിരിക്കുന്ന മൃഗങ്ങളെ ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങാനും അപകടത്തിലേക്ക് പോകാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. കാരണം നമ്മൾ നമ്മുടെ മൂണിനെ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനി തുടർന്ന് അങ്ങോട്ട് നമ്മുടെ മൂൺ എന്നത് യൂറോപ്പയാണ്. അങ്ങനെ മൃഗങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും. ഇതിനർത്ഥം അത് മൃഗങ്ങളുടെ ഭക്ഷണ ശൃംഖലയെ ബാധിക്കും. അടുത്തതായി യൂറോപ്പ നമ്മുടെ കാര്യങ്ങളെയെല്ലാം ഇളക്കി മറിക്കും. പക്ഷേ അത് നല്ല രീതിയിലുള്ള ഇളക്കി മറിക്കലായിരിക്കുകയില്ല. നമ്മുടെ ചന്ദ്രൻ്റെ പിണ്ഡം യൂറോപ്പയേക്കാൾ 1.5 മടങ്ങ് കൂടുതലാണ്. ഇതിനർത്ഥം യൂറോപ്പയ്ക്ക് ഭൂമിയിൽ വളരെ ദുർബലമായിട്ടുള്ള ഗുരുത്വാകർഷണ സ്വാധീനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ്. ഇത് നമ്മുടെ സമുദ്രങ്ങളുടെ വേലിയേറ്റങ്ങളെ ബാധിക്കും. അവ വളരെ ചെറുതായി തീരുകയും ചെയ്യും. മലിനീകരണം നീക്കം ചെയ്യുന്നതും പോഷകങ്ങൾ വിതരണം ചെയ്യുന്നതും സമുദ്രങ്ങൾ നിർത്തിയേക്കാം. ഇതൊക്കെയാണ് സമുദ്രത്തിലെ സസ്യങ്ങളും മൃഗങ്ങളും അതിജീവിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. വേലിയേറ്റം താറുമാറായാൽ അത് ആവാസ വ്യവസ്ഥയെ വിനാശകരമായിട്ട് ബാധിക്കും. ഇത് കൂട്ട വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഭൂമിയുടെ അച്ചുതണ്ടിനെ സ്ഥിരപ്പെടുത്തുന്നതിന് നമ്മുടെ ചന്ദ്രന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ മൂണിൻ്റെ പുള്ളില്ലെങ്കിൽ ഈ ഒരു പുതിയ ഗുരുത്വാകർഷണ മാറ്റം നമ്മുടെ ഗ്രഹത്തിൻ്റെ ഋതുക്കളെയും കാലാവസ്ഥയെയും ബാധിക്കാൻ തുടങ്ങും.
ഭൂമിയുടെ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഒരിക്കലും സൂര്യൻ്റെ പ്രകാശം തട്ടുകയില്ല. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ സൂര്യപ്രകാശം എത്തുകയും ചെയ്യും. അത് അസ്തമിക്കുകയുമില്ല. അത് പിന്നെ എല്ലാത്തിനെയും ബാധിക്കും. അതുകൂടാതെ നമ്മുടെ അച്ചുതണ്ട് വളരെയധികം ചരിഞ്ഞാൽ നമ്മുടെ ഗ്രഹം മറ്റൊരു ഹിമയുഗത്തിലേക്ക് പ്രവേശിക്കും. പക്ഷേ ഈ പ്രക്രിയയെല്ലാം വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുക. ആഗോളതാപനം എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. ഒരു ചെറിയ ഡിഗ്രി വ്യത്യാസം പോലും മുഴുവൻ ആവാസ വ്യവസ്ഥയെയും അസ്വസ്ഥമാക്കാനും തുടച്ചു നീക്കാനും ഇടയാക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. സോ ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ യഥാർത്ഥ ചന്ദ്രനെ തിരിച്ചു വിളിക്കേണ്ടി വരും. ഇനി നമ്മളെ രക്ഷിക്കാൻ യഥാർത്ഥ ചന്ദ്രനും കഴിയുമോ? പക്ഷേ ഈ പ്രക്രിയയെല്ലാം വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുക. ആഗോളതാപനം അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ ഏതാനും ചെറിയൊരു ഡിഗ്രി വ്യത്യാസം വരെ ഒരു മുഴുവൻ ആവാസ വ്യവസ്ഥയെയും തുടച്ചു നീക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. അതിനാൽ നമ്മുടെ യഥാർത്ഥ ചന്ദ്രനെ നമ്മൾ തിരിച്ച് വിളിക്കേണ്ടി വരും. ഇനി ആ ചന്ദ്രനെ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അതോ ഇനി അതിനും നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ലേ? ഇവിടെ വരുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മുടെ സ്വന്തം മൂൺ, അതായത് നമ്മുടെ ചന്ദ്രനെ നമ്മൾ വളരെ നിസ്സാരമായി കണ്ടു എന്നുള്ളതാണ്. ഇനി മറ്റൊരു നല്ലൊരു വാർത്ത, നമ്മുടെ ചന്ദ്രനെ മാറ്റാൻ ലോക പദ്ധതികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ചന്ദ്രനെ യൂറോപ്പിയായി മാറ്റുന്നത് കാണാൻ നല്ലതായിരിക്കും, നല്ല രസമായിരിക്കും. കാരണം നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ അത് നമുക്ക് കാണിച്ചു തരും. പക്ഷേ അത് നമ്മുടെ ഭൂമിക്ക് വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.